hello everyone, assalamu alaikum. It's me Adila. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഒരു മിന്ത്ര ഹോൾ ആയിട്ടാണ്. അപ്പോൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സ് എല്ലാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിൽ സ്കേർട്ട് ഉണ്ട്, ടോപ്പ് ഉണ്ട്, പാൻറ് ഉണ്ട്. പിന്നെ എൻ്റെ മോൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ടാൻ ടോപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ള ഒരു കുട്ടി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു സ്കേർട്ടാണ്. ഇത് പണ്ട് മുതലേ വൈറലായിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് തന്നെ 2-3 കൊല്ലത്തോളായി. അപ്പോൾ കണ്ട ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ്. ഇതിപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്കേർട്ടാണല്ലോ. അപ്പം നല്ല ഫ്ലെയർ ഉണ്ട്, ഭയങ്കര ഫ്ലെയർ ആയിട്ട് നല്ല പ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്കേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്നത് ഒരു എലാസ്റ്റിക് ടൈപ്പാണ്. ഇങ്ങനെ ഇവിടെ വേറെ കവറിംഗ് ഒന്നുമില്ല കണ്ട, ഈ ഒരു എലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ്, നല്ല മെറ്റീരിയലാണ്. ഒരു നരക്കുന്ന ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല, നമുക്ക് എത്ര യൂസ് ചെയ്താലും അങ്ങനെ പെട്ടെന്ന് ചീത്തയാവാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പം നല്ല പ്ലീറ്റുമാണ് കണ്ട, നല്ല നല്ല അടിപൊളി സ്കേർട്ടാണ്. അപ്പം ഇതാ ഇത്രയും ലെങ്ത്താണുള്ളത്. അപ്പം ഈ സ്കേർട്ടിൻ്റെ താഴെ കണ്ട ഇതേപോലെ ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങും എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് നമുക്ക് എന്തിൻ്റെ കൂടെയും പെയർ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പ്ലീറ്റഡ് സ്കേർട്ട് നല്ല ഭംഗിയല്ലേ പെയർ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഇതിന് റേറ്റും ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ വേണ്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വാഷ് ചെയ്തിട്ട് തന്നെ ഇതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്കേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല ഡ്രസ്സും പല ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടോപ്പിൻ്റെ കൂടെ ആയാലും ഈവൻ ഹുഡി ആയാലും ടോപ്പ് ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല വൃത്തിക്ക് പെയർ ചെയ്ത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതുപോലത്തെ ഒരു ബ്ലാക്ക് സ്കേർട്ടെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു സ്കേർട്ട് വാങ്ങിച്ച ടൈം തന്നെ ഇതിൻ്റെ കൂടെ ഒരു ടോപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് അത്രയും നല്ലതായിട്ട് നല്ല കാണാൻ നല്ല ഭംഗി തോന്നിട്ട് അങ്ങനെ വാങ്ങിച്ചതാന്നേ. ആ ഒരു ടോപ്പ് കാണിച്ചു തരാം. ഇപ്പൊ കണ്ട ഈ ഒരു ടോപ്പാണ്. ഇത് കുറേ വർഷമായി കേട്ടോ വാങ്ങിച്ചിട്ട്, എന്നിട്ടും ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഇതിന്റെ സ്ലീവിന്റെ സൈഡിൽ ഇതുപോലൊരു ബ്ലാക്ക് പീസ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടണെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ഗോൾഡൻ ടൈപ്പ് ബട്ടൺ ആണെങ്കിൽ തന്നെ കളറൊന്നും പോയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്കിങ്ങനെ ഇത് സ്ലീവിൻ്റെ സൈഡിൽ നല്ലൊരു ഭംഗി തോന്നും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്, ഒരു കോളർ ടൈപ്പ് നെക്കാ വരുന്നത്. അപ്പം ഇങ്ങനെ കേറി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് അല്ലെങ്കിലും നല്ല കംഫർട്ടായിട്ടുള്ള നല്ല കോളർ തന്നെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ വേറെ ഇത് കഴിഞ്ഞിട്ട് സ്കാർഫെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കോളർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഫുള്ളായിട്ട് ബട്ടൺ വരുന്ന ഒരു ടൈപ്പിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ഫ്രണ്ടിലാക്കിയാലും നല്ല വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. ബാക്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ബട്ടൺ വരുന്നതാണ്, ഒരു ഗോൾഡൻ ടൈപ്പ് ബട്ടണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കളറാണെങ്കിലും ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെറ്റീരിയലിനൊന്നും ഡാമേജ് പറ്റൂല. ഒരു ചെറിയൊരു ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ തന്നെ കണ്ടോ നല്ല അടിപൊളി ക്ലോത്തും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം ഇത് നല്ല ടോപ്പാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിൽ കൊടുക്കാം. പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പ് വാങ്ങിക്കാം. ഈ ഒരു ടോപ്പ് ആ സ്കേർട്ടിൻ്റെ കൂടെ ഇൻ ചെയ്തിട്ടാലെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോയും സൈഡിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് മസ്റ്റായിട്ട് വാങ്ങിക്കാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ്. നല്ല ലൈറ്റ് വെയ്റ്റും ആണ് കേട്ടോ. പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് അല്ലാന്ന് ഈ ഒരു സമ്മർ ടൈമിൽ വാങ്ങിക്കുന്നത് നല്ലത്. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനും എല്ലാം നല്ല അടിപൊളി കംഫർട്ടാണ്. അപ്പോൾ കണ്ട ഈ ഒരു ടോപ്പ് അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു പാൻറ്റാണ്. ഇതൊരു ജോഗർ ടൈപ്പ് പാൻറ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കംഫർട്ടായിട്ടുള്ള നല്ല മെറ്റീരിയലാണ്.
ബ്രാൻഡ് ഏതാന്ന് കണ്ട H&M കണ്ട. ഇതിന്റെ MRP വരുന്നത് 2000 സംതിങ് ആണ്. പക്ഷെ എനിക്ക് കിട്ടിയത് വെറും 500 രൂപയിൽ താഴെയാന്ന് തോന്നുന്നു. ഇപ്പത്തെ റേറ്റ് എന്ന് അറിയില്ല. ഞാൻ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ കണ്ടുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതാ സൈഡിൽ പോക്കറ്റ് ഉണ്ട്, 2 സൈഡിലും ഓരോ പോക്കറ്റെല്ലാം ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ കണ്ട നല്ല കംഫർട്ടാണ്, അത്രയും നല്ല സുഖമുള്ള നല്ല മെറ്റീരിയലാണ്. നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നല്ല നമുക്ക് തന്നെ ഒരു നല്ല പോസിറ്റീവ് ഫീൽ ഉണ്ടാവുക. ആ ഒരു ടൈപ്പ് നല്ല പാൻറ് തന്നെയാണ്. അപ്പോൾ പാൻറിന്റെ താഴെ കണ്ട ഇങ്ങനെ ഒരു ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഹുഡിന്റെ കൂടെ ആയാലും ടീഷർട്ടിന്റെ കൂടെ ആയാലും ഷർട്ടിന്റെ കൂടെ ആയാലും എല്ലാം പെയർ ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു പാൻറ്റുകൾക്ക് മസ്റ്റ് ആയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ H&M എല്ലാം യൂസ് ചെയ്യുന്നവർക്കെല്ലാം മിന്ത്രയെല്ലാം ഇടക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫറെല്ലാം കാണും. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ബ്രാൻഡഡ് പാൻറ് ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഇങ്ങനെ ഇത്രയും ഓഫർ റേറ്റിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചേ ഉള്ളൂ. അപ്പൊ നല്ല കളറും നമുക്ക് അധിക ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റിയ ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. ഈ ഒരു ചിക്കു കളറെല്ലാം ആകുമ്പോൾ നമുക്ക് മോസ്റ്റ്ലി എല്ലാ ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനത്തെ എല്ലാം ടൈപ്പ് പാൻറ്റെല്ലാം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയെല്ലാം നോക്കി വാങ്ങിക്കുക കളറെല്ലാം ചൂസ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തത് മോക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ് കണ്ട. ഈ ഒരു ടാൻ ടോപ്പാണ്, ഒരു ബനിയൻ ടൈപ്പ്. ഇങ്ങനത്തെ 2 പീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. MRP 999 എല്ലാം കാണുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കുന്ന ടൈം 2 400 സംതിങ് ആണെന്ന് തോന്നുന്നേ. അപ്പൊ ഇത് ഇപ്പൊ കഴിഞ്ഞ പെരുന്നാൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതിനും കേട്ടോ. ആ ഷർട്ടിന്റെ അടിയിൽ ഷർട്ട് ഇങ്ങനെ ബട്ടൺ ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ അടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതേനു. അപ്പൊ ഇതാ ഈ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല സുഖമുള്ള കുട്ടികൾക്കെല്ലാം നല്ല സുഖമുള്ള ഒരു ക്ലോത്ത് തന്നെയാണ്. കുറേ സെർച്ച് ചെയ്ത് കുറേ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പൊതുവെ ഞാൻ മോക്ക് വാങ്ങിക്കുമ്പം 10 പ്രാവശ്യം 100 പ്രാവശ്യം ചിന്തിച്ചിട്ടേ വാങ്ങിക്കൂ. അത്രയും കംഫർട്ട് ആയിട്ടുള്ളതല്ലേ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി പറ്റൂ. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്, നല്ലൊരു വെൽവെറ്റ് ടൈപ്പ് പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനെ തൊടുമ്പം തന്നെ. അപ്പൊ ഇങ്ങനെ ലൈൻസ് എല്ലാം വന്നിട്ട് നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട്. അപ്പൊ കാണാൻ നമുക്കിങ്ങനെ പുറത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനും ഉള്ളിൽ ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പുറത്തിങ്ങനെ ഇട്ട് കൊടുക്കാനും വേണ്ടി പറ്റിയ നല്ല ടോപ്പ് തന്നെയാണ്. അപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് സൈസ് 20 ആണ് കണ്ട. അപ്പൊ എൻ്റെ മോക്ക് 1.5 വയസ്സായി. അപ്പൊ ഞാൻ ഈ ഒരു സൈസാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല കംഫർട്ട് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാൻ 2ഉം വൈറ്റ് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെത് 2ഉം ബ്ലാക്ക് വരുന്നതുണ്ട്, ഒന്ന് ബ്ലാക്ക് ഒന്ന് വൈറ്റ് വരുന്നതുണ്ട്. പിന്നെ ആ പീച്ച് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ബിസ്ക്കറ്റ് കളർ ചിക്കു കളർ ഉണ്ടല്ലോ ആ ഒരു കളർ ഉണ്ട്. അങ്ങനെ കുറച്ച് കളർ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ 2ഉം വൈറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് ആണല്ലോ നമുക്ക് അധികം ആവശ്യം വരാം. അതുകൊണ്ട് ഞാൻ 2ഉം വൈറ്റ് ചൂസ് ചെയ്തു. അപ്പോൾ 2നും കൂടി 400 സംതിങ് ആ ഒരു റേഞ്ചാണ്. ഞാൻ സൈഡിൽ കൊടുക്കുക പ്രൈസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ കാണിച്ച ഡ്രസ്സിൻ്റെ എല്ലാം ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറേ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.